ഹായ് നമസ്കാരം. നമ്മുടെ സെക്രട്ടേറിയറ്റ് LGS ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ നടന്നു വരുന്ന മോക്ക് ടെസ്റ്റ് സീരീസ്, അതായത് 10th മെയിൻസിൻ്റെ സിലബസിൽ തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. അപ്പോൾ പ്രിലിംസ് കിട്ടിയ ആളുകൾക്ക് എന്ത് ചെയ്യുക, അതൊന്ന് ചെയ്തു നോക്കാം, എത്രമാത്രം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. തികച്ചും നമ്മൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് റെഡി ആക്കിയിട്ടുള്ളത് കേട്ടോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഏകദേശം 700 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള K-15 സാഗരിക ഒരു ഇന്ത്യൻ അന്തർവാഹിനി വിക്ഷേപിച്ച ഡാഷ് മിസൈലാണ്. അപ്പോൾ K-15 സാഗരിക എന്ന് പറയുന്നത് ഏത് തരം മിസൈലാണ്? ഏതാ K-15 സാഗരിക എന്ന് പറയുന്നത്? ഏതാ? ബാലിസ്റ്റിക് മിസൈലാട്ടോ. ഏതാ? ബാലിസ്റ്റിക് മിസൈലാണ്. ഓപ്ഷൻ സി ആണ്, ബാലിസ്റ്റിക് മിസൈലാണ്. ഏകദേശം 700 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള K-15 സാഗരിക എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ അന്തർവാഹിനി വിക്ഷേപിച്ചിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലാണ്. ഇനി വൃക്ക തകരാറുകൾ അല്ലെങ്കിൽ വൃക്ക കരള് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയവര്, ഹീമോഫീലിയും അതുമായി ബന്ധപ്പെട്ട രോഗങ്ങളുള്ള ആളുകൾ, സിക്കിൾസിൽ അനീമിയ എന്നിവ ബാധിച്ചിട്ട് ചികിത്സയിലായിരിക്കുന്ന രോഗികൾ, ഇവർക്കൊക്കെ ധനസഹായം നൽകാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ഏതാണ്? തന്നിരിക്കുന്നതിൽ വൃക്ക തകരാറുകൾ അല്ലെങ്കിൽ വൃക്ക അല്ലെങ്കിൽ കരള് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയവര്, ഹീമോഫീലിയുമായിട്ട് ബന്ധപ്പെട്ട രോഗമുള്ള ആളുകൾ, സിക്കിൾസിൽ അനീമിയ എന്നിവ ബാധിച്ചിട്ട് ചികിത്സയിലിരിക്കുന്ന രോഗികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? ഏതാ? ഓപ്ഷൻ സി ആണ്, സമാശ്വാസമാണ്. ഏതാ? സമാശ്വാസമാണ്. ഇനി വികസിത് ഭാരതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2025 കേന്ദ്ര ബജറ്റിൽ പറയുന്നതിൽ ശരിയായത് ഏതൊക്കെയാണ്? 2025 ബജറ്റിൽ പ്രഖ്യാപിച്ച വികസിത് ഭാരതുമായി ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഒന്നാമത്തത് ദാരിദ്ര്യമില്ലാത്ത അവസ്ഥ. 2 സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ 70% സ്ത്രീ പങ്കാളിത്തം. 3 100% നല്ല നിലവാരത്തിലുള്ള സ്കൂൾ വിദ്യാഭ്യാസം. 4 100% നൈപുണ്യമുള്ള തൊഴിലാളികൾ. അപ്പോൾ വികസിത ഭാരതുമായി ബന്ധപ്പെട്ട് ഈ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളിൽ ഏതൊക്കെയാ ശരിയായിട്ടുള്ളത്? ഏതൊക്കെയാ ഇതിൽ ശരിയായിട്ടുള്ളത്? ഒന്നാമത്തെ എന്താ പറയുന്നത്? ദാരിദ്ര്യമില്ലാത്ത അവസ്ഥ ശരിയാണ്. 2 സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ 70% സ്ത്രീ പങ്കാളിത്തം. 100% നല്ല നിലവാരത്തിലുള്ള സ്കൂൾ വിദ്യാഭ്യാസം. 100% നൈപുണ്യമുള്ള തൊഴിലാളികൾ. ഇത് 4 എന്താണ്? 2025 ബജറ്റിൽ പ്രഖ്യാപിച്ച വികസിത ഭാരതുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 1 ദാരിദ്ര്യമില്ലാത്ത അവസ്ഥ. 2 സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ 70% സ്ത്രീകളുടെ പങ്കാളിത്തം. 3 100% നല്ല നിലവാരത്തിലുള്ള സ്കൂൾ വിദ്യാഭ്യാസം. 100% നൈപുണ്യമുള്ള തൊഴിലാളികൾ. അപ്പോൾ 4 പഠിച്ചു വെക്കണേ. ഇനി 4ാമത്തെ ചോദ്യം: 2024 സാഹിത്യ നൊബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാം? 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാ? ഓപ്ഷൻ സി ആണ്, ഹാൻകാങ്ങിനാട്ടോ. ആർക്കാ? ഹാൻകാങ്ങിനാണ്. ഇനി 2024 കേരള ശ്രീ പുരസ്കാരം ലഭിച്ച ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാ? നമുക്കറിയാം, നമ്മൾ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന അവാർഡ് അല്ലേ, പത്മ അവാർഡ് അല്ലേ, പത്മശ്രീ, അതേപോലെ പിന്നെ പത്മശ്രീ, പിന്നെ പത്മഭൂഷൺ, പത്മവിഭൂഷൺ. ഇതൊക്കെ ഇതിന്റെ അതേ മാതൃകയിൽ നമ്മുടെ കേരള സർക്കാർ കൊടുക്കുന്നതാണ്. ഏത്? കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ എന്ന് പറയുന്നത്. ആ 3 അവാർഡുകളും പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ചോദിക്കാറുണ്ട് PSC. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 2024 കേരള ശ്രീ പുരസ്കാരം ലഭിച്ച ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? തന്നിരിക്കുന്നതിൽ ആരാ? ഓപ്ഷൻ ബി ആണ്, ഡോക്ടർ TK ജയകുമാർ ആണ്. ഇനി കഥകളി കാണുന്നതിനും പരിശീലിക്കുന്നതിനും അവർണർക്ക് അനുവാദമില്ലാതിരുന്ന കാലത്ത് ക്ഷേത്രകലയായ കഥകളിയെ താൻ സ്ഥാപിച്ച മംഗലം ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പരിശീലിപ്പിച്ച നവോത്ഥാന നായകനാരാം? കഥകളി കാണുന്നതിനും പരിശീലിക്കുന്നതിനും അവർണർക്ക് അനുവാദമില്ലാതിരുന്ന കാലത്ത് ക്ഷേത്രകലയായിട്ടുള്ള കഥകളിയെ താൻ സ്ഥാപിച്ച മംഗലം ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പരിശീലിപ്പിച്ച നവോത്ഥാന നായകൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ്, ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. 2024 പാരീസ് ഒളിമ്പിക്സിലെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരാണ്? ഇപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക ആരുടെ കയ്യിലായിരുന്നു? ഓപ്ഷൻ ബി ആണ്, PR ശ്രീജേഷിന്റെ കയ്യിലായിരുന്നു. 8ാമത്തെ ചോദ്യം: ഒരു പോളോ ടീമിൽ എത്ര കളിക്കാരാണ്? ഒരു പോളോ ടീമിൽ എത്ര കളിക്കാരാണ്? 1 2 3 4 കേട്ടോ. ഒരു പോളോ ടീമിൽ എത്ര കളിക്കാരുണ്ടാവും? 4 പേരാണുള്ളത്. ഒരു പോളോ ടീമിൽ എത്ര കളിക്കാരാ? 4 പേരാണ്. ഇനി താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത ഏതാ?
താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത ചോദിച്ചാൽ ഏതാ? NH 766. ഓപ്ഷൻ എ ആണ് NH 766 ആണ്. ഇനി മലനാടിലെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ ഏതൊക്കെയാണ്? തന്നിരിക്കുന്നതിൽ മലനാട്ടിലെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ ഏതൊക്കെയാ? മലനാട്ടിലെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ തേയിലയുണ്ട്, കാപ്പിയുണ്ട്, റബ്ബറുണ്ട്, ഏലമുണ്ട്. ഇതിൽ ഏതൊക്കെയാ മലനാട്ടിലുള്ളത്? തേയില, കാപ്പി, റബ്ബർ, ഏലം ഇതൊക്കെ എന്താണ്? മലനാട്ടിലെ പ്രധാനപ്പെട്ട കാർഷിക വിളകളാണ്. പഠിച്ചു വെച്ചോ. മലനാട്ടിലെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ ചോദിച്ചാൽ ഒന്ന് തേയില, കാപ്പി, റബ്ബർ, ഏലം. ഇനി 11ാമത്തെ ചോദ്യം, മിതഭാഷി എന്ന പത്രത്തിലായിരുന്നു CV രാമൻപിള്ള മലയാളി മെമ്മോറിയലിനെ കുറിച്ച് ലേഖനങ്ങൾ എഴുതിയിരുന്നത്. 2. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് CV രാമൻപിള്ള വിദേശ മേധാവിത്വം എന്ന പുസ്തകം രചിച്ചു. 3. 10,028 പേരായിരുന്നു മലയാളി മെമ്മോറിയൽ ഒപ്പുവെച്ചത്. അപ്പൊ 3 പ്രസ്താവനയുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഒന്നെന്താ പറഞ്ഞത്? മിതഭാഷി എന്ന പത്രത്തിലായിരുന്നു CV രാമൻപിള്ള മലയാളി മെമ്മോറിയലിനെ കുറിച്ച് ലേഖനങ്ങൾ എഴുതിയത്. അത് ശരിയാണോ? ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. മിതഭാഷി എന്ന പത്രത്തിലായിരുന്നു CV രാമൻപിള്ള മലയാളി മെമ്മോറിയലിനെ കുറിച്ച് എന്ത് ചെയ്തത്? ലേഖനങ്ങൾ എഴുതിയത്. ഈ മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടുകൊണ്ട് CV രാമൻപിള്ള വിദേശ മേധാവിത്വം എന്ന പുസ്തകം രചിച്ചു. അപ്പോൾ മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടുകൊണ്ട് CV രാമൻപിള്ള രചിച്ച പുസ്തകമാണിത്, വിദേശ മേധാവിത്വം. എത്ര പേരായിരുന്നു മലയാളി മെമ്മോറിയൽ ഒപ്പുവെച്ചത്? 10,028 പേരായിരുന്നു മലയാളി മെമ്മോറിയൽ ഒപ്പുവെച്ചത്. 3 പ്രസ്താവനകളും ശരിയാണ്. ഇനി 12ാമത്തെ ചോദ്യം, ഇതിൽ നമുക്ക് തെറ്റായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. 1. പയ്യന്നൂരിലെ ഉളിയത്ത് കടവായിരുന്നു കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം. 2. പയ്യന്നൂരാണ് 2ാം ബർദോളി എന്ന് അറിയപ്പെടുന്നത്. 3. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രമായ പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. അപ്പൊ 3 പ്രസ്താവന ഉണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായത്? ഒന്നെന്താ പറയുന്നത്? പയ്യന്നൂരിലെ ഉളിയത്ത് കടവാണ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം. ശരിയാണോ? ശരിയാണ്. 2. പയ്യന്നൂരാണ് 2ാം ബർദോളി എന്നറിയപ്പെടുന്നത്. പയ്യന്നൂരാണ് 2ാം ബർദോളി എന്നറിയപ്പെടുന്നത്. കേരള ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രമായ പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാ? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് അല്ല. ആരാ? കെ കേളപ്പൻ. അല്ലെ, ആരാ? കെ കേളപ്പനാണ്. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് എവിടെയാണ് നേതൃത്വം നൽകിയത്? കോഴിക്കോട്. എവിടെയാ? കോഴിക്കോടാണെന്ന കാര്യം ഓർത്തു വെക്കുക. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാ? 3 മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇനി 13ാമത്തെ ചോദ്യം, പാമ്പാടി ജോൺ ജോസഫ് സ്ഥാപിച്ച സംഘടനകളിൽ പെടാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ പാമ്പാടി ജോൺ ജോസഫ് സ്ഥാപിച്ച സംഘടനകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഏതൊക്കെയുള്ളത്? അഖില തിരുവിതാംകൂർ ചേരമാർ മഹാജനസഭ, ചേരമാർ സഭ, കൊച്ചിൻ ചേരമാർ മഹാസഭ, ചേരമാർ മഹാജനസഭ. ഇതില് ഏതൊക്കെയാണ്? ഏതോ ഒന്ന് എന്തില്ല? പാമ്പാടി ജോൺ ജോസഫ് സ്ഥാപിച്ചിട്ടില്ല. ബാക്കി 3 സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ സ്ഥാപിക്കാത്തത് ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ്. കൊച്ചിൻ ചേരമാർ മഹാസഭ ആരല്ല? പാമ്പാടി ജോൺ ജോസഫ് അല്ല. അപ്പൊ പാമ്പാടി ജോൺ ജോസഫ് സ്ഥാപിച്ച സംഘടനകൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അഖില തിരുവിതാംകൂർ മഹാജനസഭ, അഖില തിരുവിതാംകൂർ മഹാജനസഭ, ചേരമർ സഭ. ഏതാ? ചേരമർ സഭ, പിന്നെ ചേരമർ മഹാജനസഭ, ചേരമർ മഹാജനസഭ. ഇനി ഫ്രഞ്ചുകാരുടെ ഇന്ത്യൻ സാമ്രാജ്യ മോഹങ്ങളെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഇന്ത്യയിൽ ബ്രിട്ടീഷ് മേധാവിത്വം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായകമായിട്ടുള്ള യുദ്ധം ഏതാണ്? ഫ്രഞ്ചുകാരുടെ ഇന്ത്യൻ സാമ്രാജ്യ മോഹങ്ങൾ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഇന്ത്യയിൽ ബ്രിട്ടീഷ് മേധാവിത്വം ഊട്ടിയുറപ്പിക്കാൻ സഹായകമായിട്ടുള്ള യുദ്ധം ഏതായിരുന്നു? ഓപ്ഷൻ സി ആണ്, വാണ്ടിവാഷ് യുദ്ധം. ഓപ്ഷൻ സി ആണ്, വാണ്ടിവാഷ് യുദ്ധമാണ്. ഇനി തന്നിരിക്കുന്നതിൽ പോർച്ചുഗീസുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. ബന്ധമില്ലാത്ത പ്രസ്താവന. 1. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വിദേശ ശക്തി. 2. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പാശ്ചാത്യ ശക്തി. 3. പുതുച്ചേരി വിമോചനത്തെ തുടർന്ന് പൂർണ്ണമായിട്ടും ഇന്ത്യ വിട്ടുപോയി. 4. ഇന്ത്യ വിട്ടുപോയ അവസാനത്തെ യൂറോപ്യന്മാർ. അപ്പൊ 4 പ്രസ്താവനയുള്ളത്. ഇതിൽ ഏതൊക്കെയാണ് പോർച്ചുഗീസുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാന്ന് കണ്ടെത്തുക. ഇതിൽ ഏതൊക്കെയാ പോർച്ചുഗീസുകാരുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന? ഒന്നെന്താ പറയുന്നത്? കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വിദേശ ശക്തി. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വിദേശ ശക്തി ആരാ?
അത് പോർച്ചുഗീസുകാർ തന്നെയാണ്. എന്നാൽ ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വിദേശികൾ എന്ന് ചോദിച്ചാൽ ആരാ? അത് അറബികളാണ് കേട്ടോ. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വിദേശികൾ എന്ന് ചോദിച്ചാൽ അത് അറബികളാണ്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വിദേശ ശക്തി ചോദിച്ചാൽ ഏതാ? അത് പോർച്ചുഗീസുകാരാണ്. ഇനി ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പാശ്ചാത്യ ശക്തി ചോദിച്ചാലും ആര് തന്നെയാ? പോർച്ചുഗീസുകാരാട്ടോ. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പാശ്ചാത്യ ശക്തി ചോദിച്ചാൽ ആരാ? പോർച്ചുഗീസുകാരാണ്. പുതുച്ചേരി വിമോചനത്തെ തുടർന്ന് പൂർണ്ണമായിട്ടും ഇന്ത്യ വിട്ടുപോയി, അത് ആരാ? അത് ഫ്രഞ്ചുകാരാണ്. പുതുച്ചേരി വിമോചനത്തെ തുടർന്ന് ഇന്ത്യ വിട്ടുപോയ വിദേശ ശക്തി ചോദിച്ചാൽ ആരാ? അത് ഫ്രഞ്ചുകാരാണ്. ആരല്ല? പോർച്ചുഗീസുകാരല്ല. അപ്പോൾ അത് തെറ്റാണ്. ഇന്ത്യ വിട്ടുപോയ അവസാനത്തെ യൂറോപ്യന്മാർ ചോദിച്ചാൽ ആരാ? അതും പോർച്ചുഗീസുകാരാണ്. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ളത് ഏത് മാത്രമേ ഉള്ളൂ? 3 മാത്രമേ ഇതിൽ തെറ്റായിട്ടുള്ളൂ. ബാക്കിയൊക്കെ എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 3 എന്താ തെറ്റ്? പുതുച്ചേരി വിമോചനത്തെ തുടർന്ന് ഇന്ത്യ വിട്ടുപോയത് ആരാ? അത് ഫ്രഞ്ചുകാരാണ്. ഗോവ വിമോചനത്തെ തുടർന്നാണ് ആര് പോകുന്നത്? പോർച്ചുഗീസുകാർ പോകുന്നത്. ഇനി താഴെ പറയുന്നതിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. 1, ധർമ്മരാജാവ് എന്നറിയപ്പെട്ടത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. 2, തൃപ്പാപ്പൂർ മൂപ്പൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. 3, തൃപ്പടിദാനം നടന്നത് ധർമ്മരാജാവിന്റെ കാലത്താണ്. അപ്പൊ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് കണ്ടുപിടിക്കുക. ഏതൊക്കെയാ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? 1, ധർമ്മരാജാവ് എന്നറിയപ്പെടുന്നത് ആരാ? കാർത്തിക തിരുനാൾ രാമവർമ്മ തന്നെയാണ്. തൃപ്പാപ്പൂർ മൂപ്പൻ എന്നറിയപ്പെടുന്നതും ആരാ? കാർത്തിക തിരുനാളാണ്. 2ാം തൃപ്പടിദാനം നടന്നത് ആരാ? ധർമ്മരാജാവിന്റെ കാലത്താണ്. 3 പ്രസ്താവനകളും ശരിയാണ്. ധർമ്മരാജാവ് എന്നറിയപ്പെട്ടത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. തൃപ്പാപ്പൂർ മൂപ്പൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാ? കാർത്തിക തിരുനാളാണ്. 2ാം തൃപ്പടിദാനം നടക്കുന്ന സമയത്തും ആര് തന്നെയായിരുന്നു? ധർമ്മരാജാവിന്റെ കാലത്ത് തന്നെയാണ്. ഇനി ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ഫോറിൻ സർവീസ് അത് ആരംഭിച്ച വർഷം ഇപ്പുറത്ത് കണ്ടുപിടിക്കുക. അതുപോലെ ഇന്ത്യൻ പോലീസ് സർവീസ് IPS, ഇന്ത്യൻ എക്കണോമിക് സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇതൊക്കെ ആരംഭിച്ച വർഷം ഒന്ന് ജോയിൻ ചെയ്യാൻ ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഏതൊക്കെയാ? ഒന്നാമത്തെ എന്താ? ഇന്ത്യൻ ഫോറിൻ സർവീസ് ഏതാ വർഷം? ഇന്ത്യൻ ഫോറിൻ സർവീസ് 1946 1946 ഇന്ത്യൻ ഫോറിൻ സർവീസ്. 2, ഇന്ത്യൻ പോലീസ് സർവീസ് ആണെങ്കിൽ 1948 ഇന്ത്യൻ പോലീസ് സർവീസ് ആണെങ്കിൽ ഏതാ വർഷം? 1948 ഇന്ത്യൻ എക്കണോമിക് സർവീസ് ആണെങ്കിൽ ഏതാ? ഇന്ത്യൻ എക്കണോമിക് സർവീസ് 1961. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ആണെങ്കിൽ ഏതാ വർഷം? 1966. ഇന്ത്യൻ ഫോറിൻ സർവീസ് ആണെങ്കിൽ 1946. ഇന്ത്യൻ പോലീസ് സർവീസ് ആണെങ്കിൽ 1948. ഇന്ത്യൻ എക്കണോമിക് സർവീസ് 1961. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് 1966. ഇനി സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാ? ഒന്നെന്താ? സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ കാലാവധി കേന്ദ്ര ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത്. 2ാമത്തത് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷന്റെ നിലവിലെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്, ഏതാണോ ആദ്യമാകുന്നത് അതാണ്. അപ്പോൾ ഈ 2 പ്രസ്താവനയുള്ളത്. ഇതിൽ നിന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത് ഏതൊക്കെയാണെന്നാണ് കണ്ടെത്തേണ്ടത് അല്ലെ. ഒന്നെന്താ? സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ കാലാവധി ആര് തന്നെയാണ് തീരുമാനിക്കുന്നത്? കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷന്റെ നിലവിലെ കാലാവധി ചോദിച്ചാൽ 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഇതിൽ ഏതാണോ ആദ്യം ആകുന്നത് അതായിരിക്കും അവര് കാലാവധി എന്ന് പറയുന്നത്. ഇപ്പൊ 2 പഠിച്ചു വെച്ചോ. ഇനി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. 1, സംസ്ഥാന സർക്കാർ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ അധികാരമില്ലാത്ത അതോറിറ്റിയാണ്. സ്വയംഭരണ അധികാരമില്ലാത്ത അതോറിറ്റിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 2, ഇന്ത്യയിൽ ആദ്യമായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. 3, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന വകുപ്പ് റവന്യൂ വകുപ്പാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയും വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയുമാണ്. അപ്പൊ 3 പ്രസ്താവനയുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് കണ്ടുപിടിക്കാം. ഏതൊക്കെയാ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഒന്നാമത്തെ എന്താ പറയുന്നത്? സംസ്ഥാന സർക്കാർ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ അധികാരമില്ലാത്ത അതോറിറ്റിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ശരിയാണോ?
സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വയംഭരണ അധികാരമില്ലാത്ത അതോറിറ്റി തന്നെയാണ് ഇത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച സംസ്ഥാനം ഏതാ? തമിഴ്നാടല്ല. ഏതാ? അറിയുന്ന ആളുകൾ ഒന്ന് കമന്റ് ചെയ്യോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച സംസ്ഥാനം ഏതാണെന്ന് കമന്റ് ചെയ്യണേ. മൂന്നാമത്തത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന വകുപ്പ് ചോദിച്ചാൽ ഏതാ? റവന്യൂ വകുപ്പാട്ടോ. ഏതാ? റവന്യൂ വകുപ്പാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയും അതേപോലെ വൈസ് ചെയർമാൻ ആരാ? റവന്യൂ മന്ത്രിയുമാണ്. ബാക്കി രണ്ട് പ്രസ്താവനകൾ ശരിയാണ്. തെറ്റായിട്ടുള്ളത് ഏതാ? ബി മാത്രമേ ഉള്ളൂ കേട്ടോ. നീതി ആയോഗിന്റെ 7 തൂണുകൾ ഏതൊക്കെയാണ്? തന്നിരിക്കുന്നതിൽ നീതി ആയോഗിന്റെ 7 തൂണുകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ഏതൊക്കെയാ? ഒന്ന് പ്രോ പീപ്പിള്, പ്രോ ആക്ടിവിറ്റി, പങ്കാളിത്തം. അതൊരു 3 രണ്ടാമത്തേൽ ശാക്തീകരണം, എല്ലാവരെയും ഉൾപ്പെടുത്തല്. മൂന്നാമത്തേൽ സമത്വം, സുതാര്യത. നാലാമത്തത് ശൂന്യ, വോളണ്ടറി ആക്ഷൻ സെല്ല്. ഇതിൽ ഏതൊക്കെയാണ് നീതി ആയോഗിന്റെ 7 തൂണുകളെന്ന് കണ്ടുപിടിക്കുക. ഏതൊക്കെയാ ഇതിൽ നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട 7 തൂണുകൾ എന്ന് പറയുന്നത്? ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഏതൊക്കെയാ? ഒന്ന് പ്രോ പീപ്പിള്, അതുപോലെ പ്രോ ആക്ടിവിറ്റി, പങ്കാളിത്തം. ഇതെന്താണ്? ശരിയാട്ടോ. 3 പ്രോ പീപ്പിള്, 2 പ്രോ ആക്ടിവിറ്റി, 3 പങ്കാളിത്തം. രണ്ടാമത്തത് ശാക്തീകരണം, എല്ലാവരെയും ഉൾപ്പെടുത്തല്. അപ്പോൾ എത്രയായി? 5 പ്രോ പീപ്പിള്, പ്രോ ആക്ടിവിറ്റി, പങ്കാളിത്തം, ശാക്തീകരണം, എല്ലാവരെയും ഉൾപ്പെടുത്തല്. 5 ഇനി 2 കൂടി വേണം. അത് ഏതൊക്കെയാ? സമത്വവും സുതാര്യതയും കേട്ടോ. സമത്വവും സുതാര്യതയും. ഇത് വെട്ടിക്കളയാം നമുക്ക്. ബാക്കി 7 നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട തൂണുകൾ എന്ന് പറയുന്നത്. പ്രോ പീപ്പിള്, പ്രോ ആക്ടിവിറ്റി, പങ്കാളിത്തം, പിന്നെ ശാക്തീകരണം, എല്ലാവരെയും ഉൾപ്പെടുത്തല്, സമത്വം, സുതാര്യത. ഈ 7 നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട തൂണുകളെന്ന് അല്ലെങ്കിൽ 7 തൂണുകളെന്ന് അറിയപ്പെടുന്നത്. ഇനി 21ാമത്തെ ചോദ്യം. കേരളത്തിലെ ജില്ലകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ സർക്കാർ നെറ്റ്വർക്ക് ഏതാണ്? കേരളത്തിലെ ജില്ലകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന കേരള സർക്കാരിന്റെ നെറ്റ്വർക്ക് ഏതാണ്? ഏതാ? ഓപ്ഷൻ ബി ആണ് കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് അല്ലെ. KS1 എന്നല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. കേരളത്തിലെ 14 ജില്ലകളെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന കേരള സർക്കാരിന്റെ നെറ്റ്വർക്ക് ചോദിച്ചാൽ ഏതാ? KS1 ആണ്, അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്. ഇനി സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാമെന്ന് ചർച്ച ചെയ്ത INC സമ്മേളനം ഏതാണ്? സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാം എന്ന് ചർച്ച നടത്തിയ INC സമ്മേളനം ഏതായിരുന്നു? ഓപ്ഷൻ സി ആണ് കറാച്ചി സമ്മേളനം. ഏതാ? കറാച്ചി സമ്മേളനമാണ്. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ, അതായത് ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന കടുവ സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? തന്നിരിക്കുന്നതിൽ ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന കടുവ സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? ജിം കോർബറ്റ് ഉണ്ട്, കാസിരംഗ ഉണ്ട്, മനാസ് ഉണ്ട്. ഇതിൽ ഏതൊക്കെയാ ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നത്? ഇതിൽ ഏതൊക്കെയാ ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന കടുവ സങ്കേതങ്ങൾ? ഒന്ന് ജിം കോർബറ്റ്. എവിടെയാ? ജിം കോർബറ്റ് ഉത്തരാഖണ്ഡിൽ തന്നെയാണ്. കാസിരംഗ എവിടെയാ? കാസിരംഗ ആസാമാണ്. മനാസ് എവിടെയാ? മനാസും ആസാമാണ്. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഏത് മാത്രമേ ഉള്ളൂ ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നത്? ജിം കോർബറ്റ് മാത്രമേ ഉള്ളൂ. ജിം കോർബറ്റ് ഉത്തരാഖണ്ഡിലാണ്. കാസിരംഗയും മനാസും എവിടെയാ? ആസാമിലാണ്. ഇനി താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ചിട്ട് തെറ്റായത് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഒന്ന്, ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ AV അലക്സാണ്ടർ ആയിരുന്നു. ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാ? AV അലക്സാണ്ടർ ആണ്. 2, ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ. 3, വേവൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ യോഗം അറിയപ്പെടുന്നതാണ് സിംല കോൺഫറൻസ്. 4, 2ാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയോഗിച്ച കമ്മിറ്റിയാണ് ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതില് 4 പ്രസ്താവനയുണ്ട്. ഇതിൽ ഏതാണ് ഒരു പ്രസ്താവന എന്താ തെറ്റാണ്? അത് ഏതാന്ന് കണ്ടെത്തുക. ഏതാ? ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ ആരായിരുന്നു? പെട്രിക് ലോറൻസ് ആയിരുന്നു കേട്ടോ. ആരാ? പെട്രിക് ലോറൻസ് ആണ്. AV അലക്സാണ്ടർ അല്ല. ആരാ? പെട്രിക് ലോറൻസ് ആണ്. ബാക്കി 3 പ്രസ്താവനകളും പഠിച്ചു വെച്ചു. അത് ശരിയാണ്. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ചോദിച്ചാൽ ആരാ? വിൻസ്റ്റൺ ചർച്ചിലാണ്. വേവൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചുകൂട്ടിയ യോഗം അറിയപ്പെടുന്നതാണ് ഇത് ഷിംല കോൺഫറൻസ്. 2ാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഭരണകൂടം നിയോഗിച്ച കമ്മിറ്റി ചോദിച്ചാൽ ഏതാ? ക്രിപ്സ് മിഷൻ ആണ്.
ഇനി 25ാമത്തെ ചോദ്യം, ഒരു ഇന്ത്യൻ പൗരന് ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങൾ ഏതൊക്കെയാണ്? ഒരു ഇന്ത്യൻ പൗരന് ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങൾ ഏതൊക്കെയാണ്? 1 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, 2 സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, 3 ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം. ഇതിലേതൊക്കെയാണ് ഇന്ത്യൻ പൗരന് ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന് പറയുന്നത്? ഏതൊക്കെയാ? 1 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം ശരിയാണ്, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം. ഇതൊക്കെ എന്താണ്? രാഷ്ട്രീയ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഇനി 26ാമത്തെ ചോദ്യം, ജുഡീഷ്യൽ, ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ മാത്രം പുറപ്പെടുവിക്കാവുന്ന റിട്ട് ഏതാണ്? ജുഡീഷ്യൽ, ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ മാത്രം പുറപ്പെടുവിക്കാവുന്ന റിട്ട് ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ എ ആണ്, പ്രൊഹിബിഷൻ ആട്ടെ. ഏതാ? പ്രൊഹിബിഷൻ ആണ്. ഇനി 27ാമത്തെ ചോദ്യം, മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതാ? 1 ഇന്ത്യക്കൊരു ഏകീകൃത സിവിൽ കോഡ് വേണമെന്ന് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ഭാഗമാണ് നിർദ്ദേശക തത്വങ്ങൾ. 2 KT ഷാ മാർഗനിർദ്ദേശക തത്വങ്ങളെ ബാങ്കിന്റെ സൗകര്യാർത്ഥം മാറാൻ കഴിയുന്ന ചെക്ക് എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ 2 പ്രസ്താവനയുള്ളത്. ഇതിൽ ഏതൊക്കെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായത് ഏതൊക്കെയാണ്? ഒന്നെന്താ പറഞ്ഞേ? ഇന്ത്യക്കൊരു ഏകീകൃത സിവിൽ കോഡ് വേണമെന്ന് ഭരണഘടനയിൽ പറയുന്ന ഭാഗം ഏത് തന്നെയാ? നിർദ്ദേശക തത്വങ്ങൾ അല്ലെ, ആർട്ടിക്കിൾ 44. പിന്നെ KT ഷാ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്താ വിശേഷിപ്പിച്ചത്? ബാങ്കിന്റെ സൗകര്യാർത്ഥം മാറാൻ കഴിയുന്ന ചെക്ക് എന്ന് വിശേഷിപ്പിച്ചു. അതും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി താഴെ നൽകിയിരിക്കുന്ന വകുപ്പുകൾ തെരഞ്ഞെടുക്കുക. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കേന്ദ്രമന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവ് ഏത് വകുപ്പിലെ മന്ത്രിയാണെന്ന് കണ്ടെത്തുക. അശ്വിനി വൈഷ്ണവ് ഏത് വകുപ്പിന്റെ മന്ത്രിയാ? റെയിൽവേ, വാർത്താവിനിമയം, ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ. അശ്വിനി വൈഷ്ണവ് ഏത് വകുപ്പിന്റെ മന്ത്രി? അശ്വിനി വൈഷ്ണവ് ഇത് ഓർത്തു വെച്ചോ. റെയിൽവേ വകുപ്പ് മന്ത്രി ചോദിച്ചാൽ ആരാ? അശ്വിനി വൈഷ്ണവാണ്. വാർത്താവിനിമയം ചോദിച്ചാൽ ആരാ? അശ്വിനി വൈഷ്ണവാണ്. ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ചോദിച്ചാൽ ആരാ? അതും അശ്വിനി വൈഷ്ണവാണ്. ഇനി 29ാമത്തെ ചോദ്യം, വനിതാ സംവരണ ബില്ല് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വനിതാ സംവരണ ബില്ല് 106ാമത്തെ ഭേദഗതി പ്രകാരം വന്ന വനിതാ സംവരണ ബില്ല് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നാരി ശക്തി വന്ദൻ അധിനിയം ആട്ടോ. നാരി ശക്തി വന്ദൻ അധിനിയം. ഓപ്ഷൻ ബി ആണ്. ഇനി താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. 1ാമത്തത്, ഇന്ത്യൻ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മഹാത്മാ ഗാന്ധിയാണ്. പഞ്ചായത്ത് രാജ് ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ്. 73ാം ഭേദഗതിയെ തുടർന്ന് പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനം മധ്യപ്രദേശ് ആണ്. ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് കണ്ടുപിടിക്കുക. ഇതിലേതൊക്കെയാ ശരിയായിട്ടുള്ള പ്രസ്താവന? ഇന്ത്യൻ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? ഫാദർ ഓഫ് ഇന്ത്യൻ പഞ്ചായത്ത് രാജ് എന്നറിയപ്പെടുന്നത് ആരാ? നമ്മുടെ ബൽവന്ത് റായ് മേത്തയാട്ടോ. ആരാ? ബൽവന്ത് റായ് മേത്തയാണ്. ആരല്ല? മഹാത്മാഗാന്ധി അല്ല. പഞ്ചായത്ത് രാജ് ഉദ്ഘാടനം ചെയ്തത് ആര് തന്നെയാ? ജവഹർലാൽ നെഹ്റു ആണ്. 73ാം ഭേദഗതി പ്രകാരം പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? മധ്യപ്രദേശ് ആണ്. അപ്പൊ 2 ശരിയല്ല, ബിയും സിയും ശരിയാണ്, എ തെറ്റാണ്. 31 കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായ 2 വനിതകൾ ആരൊക്കെയാണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായ 2 വനിതകൾ ആരൊക്കെയാണ്? ദീപക് സന്ധു ഉണ്ട്, സുഷമ സിംഗ് ഉണ്ട്, അരുണ റോയ് ഉണ്ട്, നജ്മ ഹെപ്തുള്ള ഉണ്ട്. ഇതിൽ ആരൊക്കെയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായ 2 വനിതകൾ? ആരൊക്കെയാ? 1 ദീപക് സന്ധുവും 2 സുഷമ സിംഗും അല്ലെ. ദീപക് സന്ധും സുഷമ സിംഗുമാണ്. ഇനി ഓപ്പറേഷൻ ഭാർഗ നടന്ന വർഷം ഏതാണ്? ഓപ്പറേഷൻ ഭാർഗ നടന്ന വർഷം ഏതാണ്? ഓപ്പറേഷൻ ഭാർഗ നടന്ന വർഷം ഏതാ? 1978 ഓപ്പറേഷൻ ഭാർഗ നടന്ന ഏതാ വർഷം? 1978 ഇനി 50 ലക്ഷം രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്കങ്ങളിൽ ഉപഭോക്താവിന്റെ പരാതി സ്വീകരിച്ച് തീർപ്പാക്കുന്ന കോടതി ഏതാണ്? 50 ലക്ഷം രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്കങ്ങളിൽ ഉപഭോക്താവിന്റെ പരാതി സ്വീകരിച്ചിട്ട് തീർപ്പാക്കുന്ന ഉപഭോക്തൃ കോടതി ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ എ ആണ്, ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ആണ്, അല്ലെങ്കിൽ കോടതിയാണ്. ഇനി 34ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. ഫ്രാൻസ് ഭരിച്ചിരുന്ന ലൂയി രാജാക്കന്മാർ ബൂർബൻ വംശത്തിൽ നിന്നുള്ളവരായിരുന്നു. 2ാമത്, ഞാനാണ് രാഷ്ട്രം എന്ന് അറിയപ്പെട്ട ഫ്രഞ്ച് ഭരണാധികാരിയാണ് ലൂയി 16. ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് കണ്ടുപിടിക്കാം അല്ലെ. ഒന്നെന്താ പറഞ്ഞത്? ഫ്രാൻസ് ഭരിച്ചിരുന്ന ലൂയി രാജാക്കന്മാർ ഏത് വംശത്തിൽപ്പെട്ടവരായിരുന്നു?
ബൂർബൻ വംശത്തിൽ ഉൾപ്പെട്ടവരായിരുന്നു. ശരിയാട്ടോ. ഫ്രാൻസ് ഭരിച്ചിരുന്ന ലൂയി രാജാക്കന്മാർ ബൂർബൻ വംശത്തിൽ ഉള്ളവരായിരുന്നു. ഇനി ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞതാരാ? ലൂയി 16 ലൂയി 14 ആട്ടോ. ആരാ? ലൂയി 14 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞതാരാ? അത് ലൂയി 15. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സമയത്ത് ഭരണാധികാരി ചോദിച്ചാൽ അതാ? അത് ലൂയി 16 കേട്ടോ. അപ്പോ ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സമയത്ത് ചോദിച്ചാൽ ആരാ? ലൂയി 16 ഇനി പുതിയ റിപ്പോർട്ട് പ്രകാരം സൈബർ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂടുതലുള്ള സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിൽ ഏറ്റവും മുൻപിലുള്ളത് ഏതാണ്? അതായത് സൈബർ കുറ്റകൃത്യങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ഡി ആണ്, തെലുങ്കാനയാട്ടോ. ഏതാ? തെലുങ്കാനയാണ്. ഇനി കൊൽക്കത്തയിലെ ഫോർട്ട് വില്യമിന്റെ പുതിയ പേരെന്താണ്? കൊൽക്കത്തയിലെ ഫോർട്ട് വില്യമിന്റെ പുതിയ പേര് എന്താ? ഓപ്ഷൻ ബി ആണ്, വിജയ് ദുർഗ് കേട്ടോ. വിജയ് ദുർഗ്. കൊൽക്കത്തയിലെ ഫോർട്ട് വില്യമിന്റെ പുതിയ പേര് ചോദിച്ചാൽ വിജയ് ദുർഗ് ആണ്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് വെള്ളക്കടുവ ബ്രീഡിംഗ് സെന്റർ ആരംഭിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് വെള്ളക്കടുവ ബ്രീഡിംഗ് സെന്റർ ആരംഭിക്കുന്നത് ഏത് സംസ്ഥാനത്താ? ഓപ്ഷൻ ഡി ആണ്, മധ്യപ്രദേശിൽ. എവിടെയാ? മധ്യപ്രദേശിലാണ്. 2025 മാതൃഭൂമിയുടെ ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയതാരാം? 2025 മാതൃഭൂമിയുടെ ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ആരാ? സന്ധ്യ മേരി. ഓപ്ഷൻ ബി ആണ്, സന്ധ്യ മേരി ആണ്. ഇനി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച സ്പോർട്സ് എക്സ്പേർട്ട് അഡ്വൈസറി കമ്മിറ്റിയിൽ അംഗമായ മലയാളി ആരാ? കേന്ദ്ര സർക്കാർ രൂപീകരിച്ച സ്പോർട്സ് എക്സ്പേർട്ട് അഡ്വൈസറി കമ്മിറ്റിയിൽ അംഗമായ മലയാളി ചോദിച്ചാൽ ആരാ? ഓപ്ഷൻ ബി ആണ്, ഷൈനി വിൽസൺ ആട്ടോ. ആരാ? ഷൈനി വിൽസൺ ആണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഹണി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഹണി പാർക്ക് നിലവിൽ വന്നത് എവിടെയാ? മഹാബലേശ്വർ. ഓപ്ഷൻ ബി ആണ്, മഹാബലേശ്വർ ആണ്. ഇനി ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ് സോഴ്സ് കോഡ് മൈ ബിഗിനിങ്സ് എന്നത്? ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ് സോഴ്സ് കോഡ് മൈ ബിഗിനിങ്സ് എന്നുള്ളത്? ആരതാ അത്? ഓപ്ഷൻ എ ആണ്, ബിൽ ഗേറ്റ്സിന്റെ ആട്ടോ. ആരതാ? ബിൽ ഗേറ്റ്സിന്റേതാണ്. ഇനി DPT അഥവാ ട്രിപ്പിൾ ആന്റിജൻ ഏതെല്ലാം രോഗങ്ങൾക്കുള്ള വാക്സിനാണ്? DPT അഥവാ ട്രിപ്പിൾ ആന്റിജന് ഏതൊക്കെ രോഗങ്ങൾക്കെതിരെയുള്ള വാക്സിൻ ആണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാ? ഓപ്ഷൻ എ ആണ്, ഡിഫ്തീരിയ, ടെറ്റനസ്, പെർട്ടൂസിസ് അല്ലെങ്കിൽ വില്ലൻ ചുമ. DPT. ഡിഫ്തീരിയ, ടെറ്റനസ്, വില്ലൻ ചുമ. ഇനി താഴെ തന്നിരിക്കുന്നതിൽ ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ്? തന്നിരിക്കുന്നതിൽ ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാന്ന് കണ്ടെത്തുക. ഏതൊക്കെയാ ജീവിതശൈലി രോഗങ്ങൾ? ഏതൊക്കെയാ? അർബുദം, പ്രമേഹം, പക്ഷാഘാതം കേട്ടോ. അർബുദം, പ്രമേഹം, പക്ഷാഘാതമൊക്കെ എന്താണ്? ജീവിതശൈലി രോഗങ്ങളാണ്. ഇനി ലോക കൈ കഴുകൽ ദിനം ലോക കൈ കഴുകൽ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാ? ഒക്ടോബർ 15 കേട്ടോ. ഒക്ടോബർ 15 ലോക കൈ കഴുകൽ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി നക്ഷത്രങ്ങളെ കുറിച്ചുള്ള പഠനം 5 വർഷം പൂർത്തിയാക്കിയ ഇന്ത്യൻ സാറ്റലൈറ്റ് ഏതാണ്? നക്ഷത്രങ്ങളെ കുറിച്ചുള്ള പഠനം 5 വർഷം പൂർത്തിയാക്കിയ ഇന്ത്യൻ സാറ്റലൈറ്റ് ഏതാ? ഓപ്ഷൻ എ ആണ്, ആസ്ട്രോസാറ്റ് കേട്ടോ. ഓപ്ഷൻ എ, ആസ്ട്രോസാറ്റ്. ഇനി പെരിയാർ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവി ഏതാ? പെരിയാർ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവി ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ എ ആണ്, ആന. ഏതാ? ആനയാണ്. ഇനി 47ാമത്തെ ചോദ്യം, OTT ഉണ്ടല്ലോ, നമുക്കറിയാം OTT റിലീസ് ഒക്കെ ചെയ്യുന്നു. OTT റിലീസ് ചെയ്തു സിനിമ എന്നൊക്കെ കേൾക്കുന്നു അല്ലേ? എന്താ OTTയുടെ പൂർണ്ണ രൂപം? എന്താ OTTയുടെ പൂർണ്ണ രൂപം ചോദിച്ചാൽ ഓവർ ദി ടോപ്പ് കേട്ടോ. ഏതാ? ഓവർ ദി ടോപ്പ് ആണ്. ഇനി തെറ്റായ ജോഡി കണ്ടെത്തുക. വേൾഡ് കപ്പ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. നെഹ്റു ഗോൾഡ് കപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ടത്. ഡേവിസ് കപ്പ് ബാഡ്മിന്റൺ. ആഗാ ഖാൻ ഹോക്കി. അപ്പൊ ഇതില് ഏതൊരു കായിക ഇനവുമായി ബന്ധപ്പെട്ടതല്ല അതിന്റെ കപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ടൂർണമെന്റ് അല്ല. അപ്പൊ അത് ഏതാന്ന് കണ്ടെത്തുക. വേൾഡ് കപ്പ് ക്രിക്കറ്റിലും ഉണ്ട് ഫുട്ബോളിലും ഉണ്ട്. അപ്പോൾ അത് ശരിയാണ്. നെഹ്റു ഗോൾഡ് കപ്പ് എന്താ? ഫുട്ബോൾ ആണ്. ഡേവിസ് കപ്പ് എന്തല്ല? ബാഡ്മിന്റൺ അല്ല. ഏതാ? ടെന്നീസ് ആട്ടോ. ഡേവിസ് കപ്പ് ഏതാ? ബാഡ്മിന്റൺ അല്ല, ടെന്നീസ് ആണ്. ഡേവിഡ് എന്നാണ് എഴുതിയേക്കുന്നത്, ഡേവിസ് ആണ്. ആഗാ ഖാൻ കപ്പ് ചോദിച്ചാൽ ഏതാ? ഹോക്കി തന്നെയാണ്. അപ്പോൾ വേൾഡ് കപ്പ് ക്രിക്കറ്റിലുണ്ട് ഫുട്ബോളിലും ഉണ്ട്. നെഹ്റു ഗോൾഡ് കപ്പ് ഫുട്ബോള്, ഡേവിസ് കപ്പ് ടെന്നീസ്, ആഗാ ഖാൻ കപ്പ് ഹോക്കിയാണ്. ഇനി അടുത്ത ചോദ്യം, ശരിയായ ജോഡി ഏതാന്ന് കണ്ടെത്തുക. ശരിയായതാണ്. ഒന്നാമത്തെ എന്താ? വള്ളത്തോൾ പുരസ്കാരം മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനക്കുള്ള പുരസ്കാരം. 2 പത്മപ്രഭ പുരസ്കാരം മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനക്കുള്ള പുരസ്കാരം. വള്ളത്തോൾ പുരസ്കാരം മലയാള സാഹിത്യത്തിലെ മികച്ച കൃതിക്കുള്ളത്.
ഓട്ടക്കുഴൽ പുരസ്കാരം മികച്ച മലയാള കവിതക്കുള്ള പുരസ്കാരം. ഇതിൽ ശരിയായ ജോഡി ഒന്ന് മാത്രമേ ശരിയുള്ളൂ. അതേതാ? ഓപ്ഷൻ എ മാത്രമേ ഇതിൽ ശരിയുള്ളൂ. പഠിച്ചു വെച്ചോ. വെള്ളത്തുള്ള അവാർഡ് എന്തിനു കൊടുക്കുന്നതാ? മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനക്കുള്ളതാണ്. 50ാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ള 2 പ്രസ്താവനകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്, അതായത് ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഒന്ന്, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയുടെ ദാരിദ്ര്യ രേഖയെക്കുറിച്ച് ആദ്യം വിശകലനം നടത്തിയത് ദാദാഭായ് നവറോജിയാണ്. 2, ജയിൽ ജീവിത ചെലവ് എന്ന ആശയം ദാദാഭായ് നവറോജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ 2 പ്രസ്താവനയിൽ നിന്ന് ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഒന്നെന്താ പറഞ്ഞത്? സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയുടെ ദാരിദ്ര്യ രേഖയെക്കുറിച്ച് ആദ്യമായിട്ട് വിശകലനം നടത്തിയത് ആരാ? ദാദാഭായ് നവറോജി തന്നെയാണ്. അതെന്താണ്? ശരിയാണ്. 2, ജയിൽ ജീവിത ചെലവ് എന്ന ആശയം ദാദാഭായ് നവറോജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതും എന്താണ്? ശരിയാണ്. 2 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഇനി ഒരു 10 മാത്സ് ആണ്. ഇത് ഞാൻ എന്ത് ചെയ്യുക? കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട പോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടേക്കാം കേട്ടോ. ഇനി കുറച്ച് ഇംഗ്ലീഷ് നോക്കാം കേട്ടോ. ഒന്നാമത്തെ, ചൂസ് ദി കറക്റ്റ് ആൻസർ. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കുക. ആൻസർ മാത്രം ഞാൻ എന്ത് ചെയ്യാം? പറഞ്ഞിട്ട് പോവാം. ഇതിൽ കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ് ഏതാന്ന് കണ്ടെത്തുക. ഏതാ? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. നോ സൂണർ ഡിഡ് ഐ റീച്ച് സ്കൂൾ ദാൻ ദ അസംബ്ലി സ്റ്റാർട്ടഡ്. അല്ലേ? നോ സൂണർ ദാൻ. അല്ലേ? നോ സൂണർ ദാൻ ഉപയോഗിക്കണം. അപ്പോൾ നോ സൂണർ ഡിഡ് ഐ റീച്ച് ദ സ്കൂൾ ദാൻ ദ അസംബ്ലി സ്റ്റാർട്ടഡ്. ഇനി ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സ്പെല്ലിങ്. ഇതിൽ കറക്റ്റ് സ്പെല്ലിങ് ഏതാണ്? ഇതിൽ കറക്റ്റ് സ്പെല്ലിങ്? ഓപ്ഷൻ ബി ആട്ടോ, ഹോമിയോപാത്ത്. ഇനി ഫൈൻഡ് ഔട്ട് ദി suitable preposition ഫ്രം ദി ചോയ്സ് ഗിവൺ ബിലോ. വേർ ആർ യു കമ്മിങ്? വേർ ആർ യു കമ്മിങ്? ഏതാ ആൻസർ? ഓപ്ഷൻ ഡി ആണ്, ഫ്രം കേട്ടോ. വേർ ആർ യു കമ്മിങ്? ഫ്രം. ഇനി 71ാമത്തെ ചോദ്യം. 71ാമത്തെ, ദ മീനിങ് ഓഫ് ദി കോമ്പൗണ്ട് വേർഡ് ബ്ലോക്ക് ഹെഡ്. ദ മീനിങ് ഓഫ് ദി കോമ്പൗണ്ട് വേർഡ് ബ്ലോക്ക് ഹെഡ് എന്താ? ഓപ്ഷൻ ഡി ആണ്, ഫൂളിഷ് പേഴ്സൺ കേട്ടോ. ഓപ്ഷൻ ഡി, ഫൂളിഷ് പേഴ്സൺ ആണ്. ഇനി ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദി ഇഡിയം ദി ഗിവൺ സെന്റൻസ് വി ഗോ ഫോർ പിക്നിക് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ എന്താ? സെൽഡം അല്ലെ? ഓപ്ഷൻ ബി ആണ്, സെൽഡം ആണ്. ഇനി 73ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എക്സാംപ്ലി ഗ്രേഷ്യ? ഫോറിൻ വേർഡ് ആണ്, എക്സാംപ്ലി ഗ്രേഷ്യ. എന്താ? ഓപ്ഷൻ ബി ആണ്, ഫോർ എക്സാമ്പിൾ. ഓപ്ഷൻ ബി, ഫോർ എക്സാമ്പിൾ. 74ാമത്തെ ചോദ്യം, ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ് ചിൽഡ്രൻ മേക്ക് എ കേക്ക്. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ് ചിൽഡ്രൻ മേക്ക് എ കേക്ക്. എന്താ വരിക? ഓപ്ഷൻ സി ആണ്, എ കേക്ക് ഈസ് മെയ്ഡ് ബൈ ചിൽഡ്രൻ. ഓപ്ഷൻ സി ആണ്, എ കേക്ക് ഈസ് മെയ്ഡ് ബൈ ചിൽഡ്രൻ ആണ്. ഇനി എ ഗ്രൂപ്പ് ഓഫ് ഈഗിൾസ് ഈസ് കോൾഡ്. എ ഗ്രൂപ്പ് ഓഫ് ഈഗിൾസ് ഈസ് കോൾഡ്. എന്താ? ഓപ്ഷൻ സി ആട്ടോ. ഓപ്ഷൻ സി ആണ്, കോൺവെക്കേഷൻ ഓഫ് ഈഗിൾസ്. 76ാമത്തെ ചോദ്യം, നെയ്തർ രാജു നോർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് ഫോർ ദി പാർട്ടി. നെയ്തർ രാജു നോർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് ഫോർ ദി പാർട്ടി. എന്താ വരിക? ഓപ്ഷൻ ബി ആണ്, ആർ ഗോയിങ് കേട്ടോ. ഓപ്ഷൻ ബി, ആർ ഗോയിങ് ആണ്. 77ാമത്തെ ചോദ്യം, ഹി സ്പോക്ക് വെരി ഡിപ്ലോമാറ്റിക്കലി ഐഡന്റിഫൈ ദി പാർട്ട് ഓഫ് സ്പീച്ച് അണ്ടർലൈൻ. ഡിപ്ലോമാറ്റിക്കലി എന്ന് പറഞ്ഞാൽ എന്തെന്നത്? ആഡ്വേർബ് ആണോ, അഡ്ജക്റ്റീവ് ആണോ, നൗൺ ആണോ, വേർബ് ആണോ? ഈ സ്പോക്ക് വെരി ഡിപ്ലോമാറ്റിക്കലി. എന്താ വരിക? ആഡ്വേർബ് ആട്ടോ. ആഡ്വേർബ് ആട്ടോ. ഓപ്ഷൻ എ ആണ്, ആഡ്വേർബ്. ഇനി കുറച്ച് മലയാളവും കുറച്ച് ജിക്കും മിക്സായി പോയതാണ്, കുഴപ്പമില്ല. പിന്നെ ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ജുമ്മിങ്, ലഡാങ്, മിൽപ്പ, റോക്ക ഇതുമായി ബന്ധപ്പെട്ട രാജ്യങ്ങൾ ഏതാന്നുള്ളത് പിന്നെ ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ട്, ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഏതാ? നമുക്കറിയാം ജുമ്മിങ്. നമുക്കറിയാം എവിടെയാ? നമ്മുടെ വടക്ക് കിഴക്ക് ഇന്ത്യയിലാണ്. ഏത്? ജുമ്മിങ് ഉള്ളത് അല്ലെ? ജുമ്മിങ് എവിടെയാ? വടക്ക് കിഴക്ക് ഇന്ത്യയിലാണ്. അപ്പൊ അത് ആദ്യം എഴുതാം. രണ്ടാമത്തത് ലഡാങ്. ലഡാക്ക് അല്ല, ലഡാങ്. ലഡാങ് എവിടെയാ? ലഡാങ്. ലഡാങ് മലേഷ്യ കേട്ടോ. എവിടെയാ? ലഡാങ് മലേഷ്യ ആണ്. ലഡാങ് മലേഷ്യ. പിന്നെ ഏതാ?
മിൽപ്പ മിൽപ്പ എവിടെയാ? മിൽപ്പ മെക്സിക്കോ കേട്ടോ. മിൽപ്പ മെക്സിക്കോയാണ്. റോക്ക എവിടെയാ? റോക്ക ബ്രസീൽ കേട്ടോ. റോക്ക ബ്രസീലാണ്. ജുമ്മിങ് കൃഷി രീതി എവിടെയാ? വടക്ക് കിഴക്കൻ കൃഷി ഇന്ത്യയിലാണ്. ലഡാങ് ആണെങ്കിൽ എവിടെയാ? മലേഷ്യ. മിൽപ്പയാണെങ്കിൽ മെക്സിക്കോ. റോക്ക ബ്രസീല്. ഇനി ഭൂമിയുടെ ഉപരിതലത്തോട് വളരെ അടുത്ത് കൂടിയ സാന്ദ്രതയിൽ ഇരുണ്ട ചാരനിറത്തിൽ രൂപം കൊള്ളുന്ന മേഘങ്ങൾ ഏതാണ്? ഭൂമിയുടെ ഉപരിതലത്തോട് വളരെ അടുത്ത് സാന്ദ്രത കൂടിയ ഇരുണ്ട ചാരനിറത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ എ ആണ് നിംബസ് മേഘങ്ങളാണ്. ഏതാ? നിംബസ് മേഘങ്ങളാണ്. ഇനി റിസർവ് ബാങ്കിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായത് ഏതൊക്കെയാണ്? ഒന്ന്, റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് 1949 ജനുവരി 1-നാണ്. റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ഓസ്ബോൺ സ്മിത്ത് ആണ്. മൂന്നാമത്തത്, എല്ലാ ബാങ്കുകളുടെയും അമരക്കാരനാണ് റിസർവ് ബാങ്ക്. 3 പ്രസ്താവനയുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കുക. ഒന്നാമത്തെ എന്താ? റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് 1949 ജനുവരി 1-നാണ്. റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചെന്ന 1949 ജനുവരി 1-നാണ്. റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ചോദിച്ചാൽ ആരാ? CD ദേശ്മുഖ്. ആരാ? CD ദേശ്മുഖ് ആണ്. എല്ലാ ബാങ്കുകളുടെയും അമരക്കാരൻ അല്ലെങ്കിൽ ബാങ്കുകളുടെ ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാ? റിസർവ് ബാങ്ക് തന്നെയാണ്. അപ്പോൾ 2 മാത്രമേ ഇതിൽ തെറ്റുള്ളൂ. 1ഉം 3ഉം ശരിയാണ്. രണ്ടാമത്തിൽ എന്താ തെറ്റ്? ഇന്ത്യക്കാരനായ ആദ്യത്തെ RBI ഗവർണർ ചോദിച്ചാൽ ആരാ? CD ദേശ്മുഖ് ആണ്. ഇനി മുൻകൂട്ടി തയ്യാറാക്കിയ നിർദ്ദേശങ്ങളും നിബന്ധനകളും അനുസരിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ട്രേഡിംഗ് രീതി ഏതാണ്? മുൻകൂട്ടി തയ്യാറാക്കിയ നിർദ്ദേശങ്ങളും നിബന്ധനകളും അനുസരിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ട്രേഡിംഗ് രീതി ചോദിച്ചാൽ ഏതാ? അൽഗോ ട്രേഡിംഗ്. ഓപ്ഷൻ എ ആണ്. അൽഗോ ട്രേഡിംഗ് ആണ്. 82ാമത്തെ ചോദ്യം, രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയോ നിലക്കാത്ത രക്തസ്രാവമോ സംഭവിക്കുന്ന സമയത്ത് അതിനുള്ള കാരണം പരിശോധിക്കുന്ന ടെസ്റ്റ് ഏതാ? രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയോ നിലക്കാത്ത രക്തസ്രാവമോ സംഭവിക്കുന്ന സമയത്ത് അതിനുള്ള കാരണം പരിശോധിക്കുന്ന ടെസ്റ്റ് ഏതാ? ഓപ്ഷൻ ഡി ആണ്. APPT കേട്ടോ. ഏതാ? APPT ആണ്. APPT. 83ാമത്തെ ചോദ്യം, ക്ഷീരമുള്ളൊരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പാടിയതാരാണ്? ക്ഷീരമുള്ളൊരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പാടിയത് ആരാണ്? ഓപ്ഷൻ സി ആണ്. കുഞ്ചൻ നമ്പ്യാർ. ആരാ? കുഞ്ചൻ നമ്പ്യാരാണ്. ഇനി ഗജം എന്നതിന്റെ പര്യായ പദം എന്താ? ഗജം എന്നതിന്റെ പര്യായ പദം, ഗജം എന്ന് പറഞ്ഞാൽ എന്താ? ആനയാണ്. എന്താ? ആനയാണ്. ഇനി വിദ്യുത് ശക്തി എന്ന് പിരിച്ചെഴുതുന്നത് എങ്ങനെയാ? വിദ്യുത് ശക്തി എന്ന് പിരിച്ചെഴുതുന്നത് എങ്ങനെയാ? വിദ്യുത് അധികം ശക്തി. ഓപ്ഷൻ സി ആണ്. വിദ്യുത് അധികം ശക്തിയാണ് വിദ്യുത് ശക്തിയായിട്ട് മാറുന്നത്. ഇനി അഞ്ജലി, ഇതിന്റെ ശരിയായ പ്രയോഗം എങ്ങനെയാണ്? അഞ്ജലി. ഏതാ? ജാലി അല്ലെ? ഓപ്ഷൻ എ ആണ്. അഞ്ജലി. ഇനി പ്രോസസ് എന്ന പദത്തിന്റെ മലയാള പരിഭാഷ എന്താണ്? പ്രോസസ് എന്ന പദത്തിന്റെ മലയാള പരിഭാഷ എന്താ? നടപടികളാണ്. ഓപ്ഷൻ ഡി ആണ്. നടപടികളാണ്. ഇനി സ്ത്രീലിംഗ ശബ്ദം കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ സ്ത്രീലിംഗ ശബ്ദം ഏതാ? സ്ത്രീലിംഗ ശബ്ദം ഏതാ? മഹതി അല്ലെ? നമ്മൾ മഹതി ഏതാ? മഹതിയാണ്. ഇനി വഴിയാധാരമാകുക എന്ന ശൈലിയുടെ അർത്ഥം എന്താ? വഴിയാധാരമാകുക എന്ന ശൈലിയുടെ അർത്ഥം എന്താ? ഓപ്ഷൻ ഡി ആണ്. ആശ്രയം ഇല്ലാതാവുക. ഇനി ജനകൻ എന്നതിന്റെ സമാന പദം ഏതാണ്? ജനകൻ എന്നതിന്റെ സമാന പദം ചോദിച്ചാൽ ഏതാ? അച്ഛനാട്ടോ, അല്ലെങ്കിൽ പിതാവാണ്. സമാന പദം ജനകൻ എന്നതിന്റെ ഏതാ? പിതാവാണ്. ഇനി സു അധികം ആഗതം ചേർത്തെഴുതിയാൽ എങ്ങനെയാ? സു അധികം ആഗതം എന്ന് ചേർത്തെഴുതിയാൽ എങ്ങനെയാ? സ്വാഗതം. ഓപ്ഷൻ എ ആണ്. സ്വാഗതമാണ്. ഇനി ഒറ്റപ്പദം എഴുതുക. ഗുരുവിന്റെ ഭാവം എന്താ? ഗുരുവിന്റെ ഭാവം ഓപ്ഷൻ ബി ആണ്. ഗൗരവമാണ്. ഏതാ? ഗൗരവമാണ്. ഇനി വിപരീത പദം, പശ്ചിമത്തിന്റെ വിപരീത പദം എന്താ? പശ്ചിമത്തിന്റെ വിപരീത പദം പശ്ചിമം പൂർവ്വമാണ് കേട്ടോ. പശ്ചിമം പൂർവ്വമാണ്. ഇനി GDP, അതായത് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം അധികം പ്ലസ് NFIA, വിദേശത്ത് നിന്നുള്ള അറ്റ ഘടക വരുമാനം ഈസ് ഈക്വൽ ടു എന്താണ്?
GDP പ്ലസ് NFIA ഇസ് ഈക്വൽ ടു എന്താ? ഓപ്ഷൻ സി ആണ് മൊത്ത ദേശീയ ഉൽപ്പന്നം അല്ലെങ്കിൽ GNP ആണ്. GDP പ്ലസ് NFIA ഇസ് ഈക്വൽ ടു ഏതാ? GNP ആണ്. ഇനി 95-ാമത്തെ ചോദ്യം, AB രക്തഗ്രൂപ്പുള്ള ഒരു വ്യക്തിക്ക് A രക്തഗ്രൂപ്പുള്ള മറ്റൊരു വ്യക്തിക്ക് രക്തം ദാനം ചെയ്യാൻ കഴിയില്ല. കാരണം A രക്തഗ്രൂപ്പുള്ള വ്യക്തിയുടെ ശരീരത്തിൽ എന്തില്ല എന്നുള്ളത് കൊണ്ടാണ്. AB രക്തഗ്രൂപ്പുള്ള ഒരു വ്യക്തിക്ക് A രക്തഗ്രൂപ്പുള്ള മറ്റൊരു വ്യക്തിക്ക് രക്തദാനം ചെയ്യാൻ കഴിയാത്തതിന്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാ? AB രക്തഗ്രൂപ്പുള്ള ഒരു വ്യക്തിക്ക് A രക്തഗ്രൂപ്പുള്ള മറ്റൊരു വ്യക്തിക്ക് രക്തദാനം ചെയ്യാൻ കഴിയാത്തതിന് കാരണം A രക്തഗ്രൂപ്പുള്ള വ്യക്തിയുടെ ശരീരത്തിൽ B എന്ന ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കപ്പെടും എന്നത് കൊണ്ടാണ്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. 96-ാമത്തെ ചോദ്യം, ജൈവ വൈവിധ്യ മേഖലകളിലെ ഹോട്ട്സ്പോട്ടുകൾ എന്ന ആശയം രൂപകൽപ്പന ചെയ്ത ശാസ്ത്രജ്ഞൻ ആരാ? ജൈവ വൈവിധ്യ മേഖലകളിലെ ഹോട്ട്സ്പോട്ടുകൾ എന്ന ആശയം രൂപകൽപ്പന ചെയ്ത ശാസ്ത്രജ്ഞൻ ചോദിച്ചാൽ ആരാ? ഓപ്ഷൻ സി ആണ് സുന്ദർലാൽ ബഹുഗുണയാട്ടോ. ആരാ? സുന്ദർലാൽ ബഹുഗുണയാണ്. ജൈവ വൈവിധ്യ മേഖലകളിലെ ഹോട്ട്സ്പോട്ടുകൾ എന്ന ആശയം ആരാ? സുന്ദർലാൽ ബഹുഗുണയാണ്. താഴെ തന്നിരിക്കുന്നതിൽ വ്യത്യസ്തമായത് ഏതാന്ന് കണ്ടെത്തുക. റീഡ് ഓൺലി മെമ്മറി, ബ്ലൂറേ DVD, റാൻഡം ആക്സസ് മെമ്മറി, ക്യാഷെ മെമ്മറി. തന്നിരിക്കുന്നതിൽ വ്യത്യസ്തമായത് ഏതാ? ബ്ലൂറേ DVD ആട്ടോ. ഏതാ? ബ്ലൂറേ DVD ആണ് ഇതിൽ വ്യത്യസ്തമായിട്ടുള്ളത്. 98-ാമത്തെ ചോദ്യം, മറ്റൊരാളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ ഏത് സെഷനിലാണ് ഉൾപ്പെടുന്നത്? മറ്റൊരാളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം ഏത് സെഷനിലാണ് ഉൾപ്പെടുന്നത്? ഏതാ? ഓപ്ഷൻ സി ആണ് 66E ആട്ടോ. 66E ആണ്. ഇനി വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ് ആരാ? വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ് WWWന്റെ ഉപജ്ഞാതാവ് ചോദിച്ചാൽ ആരാ? അത് ടിം ബെർണേഴ്സ്-ലീ. അല്ലെ ആരാ? ടിം ബെർണേഴ്സ്-ലീ ആണ്. ഇനി അവസാനത്തെ ചോദ്യം, 100-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കഥകളിയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. കഥകളിയുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന, ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ്? 1. മിനുക്ക്, പച്ച, കത്തി, കരി, താടി എന്നിവ കഥകളിയിലെ പ്രധാനപ്പെട്ട വേഷങ്ങളാണ്. ചെണ്ട, ശുദ്ധമദ്ദളം, ചേങ്ങില, ഇലത്താളം എന്നീ വാദ്യങ്ങൾ കഥകളിയിൽ ഉപയോഗിക്കുന്നുണ്ട്. 3. കഥകളിക്ക് അവലംബമായിട്ടുള്ള സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. സംഭാഷണ പ്രധാനമായ സാഹിത്യ രൂപമാണ് കഥകളി. ഇതിലേതൊക്കെയാണ് ബന്ധപ്പെടാത്തത്? അല്ലെ, കഥകളിയുമായിട്ട് ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ്? 1. മിനുക്ക്, പച്ച, കത്തി, കരി, താടി എന്നിവ കഥകളിയിലെ പ്രധാനപ്പെട്ട വേഷങ്ങളാണ്. ഇസ് റൈറ്റ്. ചെണ്ട, ശുദ്ധമദ്ദളം, ചേങ്ങില, ഇലത്താളം എന്നീ വാദ്യങ്ങൾ എന്താണ്? കഥകളിയിൽ ഉപയോഗിക്കുന്നുണ്ട്. കഥകളിക്ക് അവലംബമായിട്ടുള്ള സാഹിത്യ രൂപം ചോദിച്ചാൽ ഇത് ആട്ടക്കഥയാണ്. സംഭാഷണ പ്രധാനമായിട്ടുള്ള സാഹിത്യ രൂപമല്ല ഏത്? കഥകളി. അതാണ് തെറ്റായിട്ടുള്ളത്. ബാക്കി 3 പ്രസ്താവനകൾ എന്താണ്? ശരിയാണ്.